നമസ്തേ സ്വന്തങ്ങളെ. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെയൊക്കെ ബിൽഡപ്പ് എടുത്തിട്ട് സംസാരിച്ചിരുന്നു കേട്ടോ. അന്നപ്പോൾ അതിൻ്റെ കോള് വന്നു, ആ വീഡിയോ ഒഴിവാക്കി. പിന്നെ ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല, കുറച്ച് പണികളുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വേറെ ആരുമില്ലല്ലോ. അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞിട്ട് ലീവാക്കേണ്ട സമയത്ത് ലീവാക്കേണ്ടി വരും, പോകേണ്ട സമയത്ത് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഓരോ അവസ്ഥകളല്ലേ. അതിപ്പോൾ ഇന്ന് നാളത്തെ പരിപാടിയെ ആസ്പദമാക്കിയിട്ട് ഇന്ന് എന്താ പറയുക, കുറച്ച് ശുദ്ധിയാക്കൽ കർമ്മമുണ്ട്. അതുകൊണ്ട് അതുണ്ട്, പുറത്തേക്ക് പോകാനുണ്ട്. പിന്നെ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ഫെയർവെൽ ഡേ മാറ്റിയിട്ടോ, തിങ്കളാഴ്ചത്തേക്കാക്കി. കുറേ കുട്ടികൾക്ക് വരാനൊക്കെ ഇല്ല. കുട്ടികളെന്നല്ല കേട്ടോ, നമ്മളൊക്കെ ഏജിലുള്ള ആൾക്കാർക്ക് മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് സാറ്റർഡേ ആയതുകൊണ്ട് വരാക്കില്ല എന്നൊക്കെ പറഞ്ഞത് കാരണം തിങ്കളാഴ്ചത്തേക്കാക്കി. അല്ലെങ്കിലും ഈ ഡേ എന്നൊക്കെ പറയുന്നത് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴല്ലേ അതിൻ്റെ ഒരു സന്തോഷമുള്ളൂ അല്ലേ. മറ്റൊരു ലീവാണെങ്കിൽ ഓരോ മനസ്സൊക്കെ ഇവിടെ ആയിരിക്കും അല്ലേ. അങ്ങനെ നടത്തുമ്പോൾ ഇതാവുമ്പോൾ എല്ലാവരും ഉണ്ടാവും ആ ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒന്നിച്ചിട്ടുള്ള ദിവസം എക്സാം ടൈമാണ്, അത് നമുക്ക് വലിയ ജോലിയാക്കാൻ പറ്റില്ല. അല്ലാണ്ടേന്ന് പറഞ്ഞിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് ഈ ഒരു ദിവസം തന്നെയാണ്, എല്ലാവരും ഒത്തുകൂടുന്നൊരു ദിവസം. അന്നിപ്പം തിങ്കളാഴ്ച തന്നെ ആവട്ടെ. പിന്നെ എന്താ പറയുക, നാളേക്ക് ശിവരാത്രി അല്ലേ, നാളെ അമ്പലത്തിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ പുതിയ അമ്പലം എന്ന് പറയും, സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ ഉണ്ട് ഒരു ശിവക്ഷേത്രം ഉണ്ട്. അവിടെ ശിവരാത്രിക്ക് ഗംഭീര ആഘോഷമാണ്. നാളെ പോകണമെന്നുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്, ഏതാണെന്ന് അറിയില്ല. ഒരു പ്രാവശ്യം പോയിട്ട് പെട്ടുപോയിനു. ഏട്ടൻ വേറെ ഏതോ ദിക്കിൽ, മക്കൾ ഉണ്ടാവുന്നതിന് മുന്നേ ആയിട്ട് ഏട്ടൻ വേറെ ഏതോ ദിക്കിൽ, ഞാൻ വേറെ ഏതോ ദിക്കിൽ. അന്ന് ഫോൺ ഉണ്ടായിരുന്നോ? ഇല്ല, അന്ന് എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. ഫോൺ ഉണ്ടായിരുന്നോ? ഇല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് അങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫോൺ ഉപയോഗിച്ചിരുന്നു, ഉണ്ടായിരുന്നോ? ഓർമ്മ കിട്ടുന്നില്ല. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും അവിടെ ഇവിടെയും ഒരു മനുഷ്യന്മാർ എന്താ പറയുക, എത്ര തിരക്ക് എന്ന് വെച്ചാൽ അത്ര തിരക്ക്. പിന്നെ ബുദ്ധി ഉദിച്ചു, ചെരുപ്പ് ഊരി വെക്കുന്ന സ്ഥലമുണ്ട്. അന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, എന്തായാലും ചെരുപ്പ് ഇടാൻ വരാണ്ടൊക്കില്ലല്ലോ, ചെരുപ്പ് വാങ്ങിച്ചൊക്കില്ലേ പൈസ കൊടുത്തിട്ട് ടോക്കനായിട്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്തായാലും ചെരുപ്പ് ഇടാൻ വരാണ്ടൊക്കില്ലല്ലോ. അങ്ങനെ അവിടെ പോയി നിന്ന് അവിടെ അല്ലല്ലോ പോയി നിന്നേ, അവിടെ കുറച്ച് നേരം പോയി നിന്ന്. പിന്നെ കാണുന്നില്ല എന്ന് കണ്ടപ്പം പിന്നെ ഞാൻ വേഗം വണ്ടീൻ്റെ നമ്പർ നോക്കി പോയിട്ട്, 2 വീലറുണ്ട്, വണ്ടീൻ്റെ നമ്പർ പോയി നോക്കി നിന്ന് പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് പോയി വണ്ടീൻ്റെ അവിടെ പോയി നിന്ന് കൊടുത്തു. പിന്നെ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അന്നപ്പോൾ ഫോൺ ഉണ്ടാവുമല്ലോ അല്ലേ, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല. എന്തോ ഒരു സംഭവമാണ്, ഫോണില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഫോണിൽ നിങ്ങൾ എവിടെ നിൽക്കണേ, ഞാനിവിടെ ഉണ്ട് ഇതൊന്നും ഇങ്ങോട്ട് വാന്നൊക്കെ പറയാമല്ലേ. അന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ, ഫോണില്ലാന്ന് തോന്നുന്നു. ഇനി എടുക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. അപ്പോൾ അത് ഒരു ശിവരാത്രി. പിന്നെ പോയിട്ടില്ല കേട്ടോ അമ്പലത്തിലേക്ക്. ഇനിയിപ്പോൾ നാളെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്, നോക്കട്ടെ. പിന്നെ ഹിന്ദുക്കൾക്ക് പല ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഹിന്ദുക്കൾക്കെന്നല്ല, എല്ലാവർക്കും ഉണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ. പിന്നെ നമ്മളിതിൽ ഓണം, വിഷു, പിന്നെ എന്താണ് ഇതേ കണക്ക് തന്നെ ശിവരാത്രി, തിരുവാതിര, കാർത്തിക വിളക്ക്, ദീപാവലി ഉണ്ട് തോന്നുന്നില്ലേ ഇപ്പോൾ, അത്യാവശ്യം ഉണ്ട് ദീപാവലി. ഞാനൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ മാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ വൃശ്ചിക മാസം, കർക്കിടക മാസം എന്നൊക്കെ പറയുന്നത്, വൃശ്ചിക മാസമാണല്ലോ സീസൺ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇതിപ്പോൾ നമ്മളെ ശിവരാത്രി അറിയാത്തവരുണ്ടോ? ഹിന്ദുസിനറിയും, ബാക്കിയുള്ളവർക്ക് അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. ശിവരാത്രി ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. എല്ലാം കൂടി ഇന്നായിട്ട് പറഞ്ഞാൽ നാളെ എനിക്ക് നാളെ പറയാനും നേരം ഉണ്ടാവില്ലല്ലോ, ഞാൻ ഇവിടെ ഉണ്ടാവുമെങ്കിലല്ലേ. എന്നാലും നിങ്ങളടുത്ത് ഞാൻ രണ്ട് വാക്കൊക്കെ സംസാരിക്കാൻ വരുമെന്നേ. അപ്പം ഇങ്ങനെ സംസാരിച്ചിട്ട് കണ്ടിട്ട് പിന്നെ വീഡിയോ ഇതൊന്നും എഡിറ്റൊന്നും ചെയ്യാനില്ല. ഞാൻ നേരെ ഇതങ്ങോട്ട് അപ്ലോഡിലേക്ക് കയറ്റി വെച്ചിരിക്കുക. അല്ലാതെ ഞാനൊന്നും എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എന്ത് പുറത്തിട്ടാണെങ്കിലും അങ്ങനെ വരും. എന്തായാലും മനുഷ്യന്മാരല്ലേ, സംസാരത്തിൽ കുറച്ചൊക്കെ ഫോൾട്ട് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ എഡിറ്റിങ്ങിനൊന്നും നിൽക്കാറില്ല. എത്ര ടൈം പോകുന്ന അറിയാം. അതുകൊണ്ട് നേരെ അങ്ങോട്ട് അപ്ലോഡൊക്കെ ചെയ്യാം. പിന്നെ എന്താ പറയാനുള്ളത്, മിസ്സിനില്ലേ, ഞങ്ങളൊന്നും ഇപ്പം ആദ്യമൊക്കെ വിളിച്ച് പറയലുണ്ടായിരുന്നു. ഇപ്പൊക്കെ വിളിച്ച് പറയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കേട്ടോ.
ലീവിൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പം ശരി തന്നെയാണ്, മിസ്സിനെ സംബന്ധിച്ചിടത്തോളം, മിസ്സിനെ സംബന്ധിച്ചെന്നല്ല, മിസ്സിൻ്റെ ഒരു സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ശരി തന്നെയാണ് മിസ്സ് പറഞ്ഞത്. ഞാൻ ആദ്യമൊക്കെ പറയലുണ്ടായിരുന്നു വയ്യായികൊക്കെ ആകുമ്പോൾ, പിന്നെ അവിടേക്ക് ചെല്ലണമെങ്കിൽ 120 ഉറുപ്പ്യ. അപ്പോൾ ചിക്ലീൻ്റെ ആലോചിക്കുമ്പോൾ പിന്നെ എന്ത് പറയാനാണ് ഞാൻ വിളിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം ആ ഒരു കാര്യത്തിന് മാത്രം ഞാൻ ഇതാക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ മിസ്സേ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ശരി തന്നെയല്ലേ മിസ്സ് പറഞ്ഞത്. നാളെ ഞാനൊരു അധ്യാപിക ആകുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ലീവാണ് കേട്ടോ മിസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു എന്തോ മാതിരിയല്ലേ അല്ലേ, അവിടെ ഒരു സ്ഥാനമില്ലാത്ത ഒരു തോന്നലുണ്ടാകാം. അതൊന്നും തെറ്റ് പറയാനൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആ ചടങ്ങ് അങ്ങോട്ട് നിർവഹിച്ചു. ഇന്ന് ലീവാക്കി ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. മിസ്സേ നാളെ ശിവരാത്രി ആണല്ലോ, അന്നിപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പിന്നെ എന്തോ ഒന്നും കൂടി ഉണ്ടല്ലോ പറയാൻ. ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. അടുത്ത കൊല്ലം വരുമല്ലോ, അതിൻ്റെ അടുത്ത കൊല്ലം വരുമല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് ആരും നീട്ടിക്കൊണ്ടുപോകരുത്. ഈ നിമിഷം ആഘോഷിക്കാനുണ്ട്, ഈ നിമിഷം ആഘോഷിക്കുക. ഓൺ ദി സ്പോട്ട് നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. പിള്ളേരുകളായാലും ആഘോഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ തരാനൊക്കെ പറയുമല്ലോ. അന്നപ്പം ഇത് വേണ്ട, അടുത്ത വർഷത്തിലേക്ക് വാങ്ങാം, അങ്ങനെയൊന്നും പറയരുത്. കാരണം നമ്മളെ ഓരോരോ മൊമെൻ്റ് അത്രയും വിലപ്പെട്ടതാണ്. അത് കാരണം തന്നെ എന്തെന്നെ ചെറിയ നമ്മൾ പോക്കറ്റിൽ ബഡ്ജറ്റിന് അനുസരിച്ചിട്ട്, നമ്മൾ വലിയ ആൾക്കാരൊന്നുമല്ല. ഇപ്പം ഇന്നിപ്പോൾ മക്കളിപ്പോൾ ഇന്ന് തന്നെ അവരവിടെ വാർഷികമാണ്. ഇന്നിപ്പോൾ മോള് പറയാം അമ്മ അവിടെ നെല്ലിക്ക അതും ഇതൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞില്ല, പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഇന്നിപ്പോൾ രണ്ടാൾക്കും ഓരോരോ 10 റുപ്യ, കൂടുതൽ എമൗണ്ട് കൊടുത്തയക്കരുത് മക്കളെ കയ്യിൽ കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും 10 റുപ്യ വെച്ചിട്ട് കൊടുത്തിട്ട്, ആദ്യം ചോട്ടാച്ചി പറഞ്ഞത് എന്താ അറിയാവോ, 50 റുപ്യ തന്നേക്ക്, എന്തിനാ നെല്ലിക്ക കുപ്പി മൊത്തത്തിൽ വാങ്ങാൻ. 10 റുപ്യ രണ്ടാൾക്കും കൊടുത്തേക്ക് കേട്ടോ. അത്ര തന്നെ. അത് ഓരോ ചെറിയ സന്തോഷമല്ലേ, അതങ്ങനെ ഹാപ്പി ആവട്ടെ. നമ്മളും പഠിച്ചൊക്കെ ഇറങ്ങി വന്നവരൊക്കെ തന്നെയല്ലേ. അപ്പോൾ ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. അടുത്ത കൊല്ലം വരില്ല, അതിൻ്റെ അടുത്ത കൊല്ലം വരില്ല എന്നൊന്നും പറഞ്ഞു കുത്തിരിക്കരുത്. മനുഷ്യൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഉള്ളവരായാലും നമ്മളായാലും ആഘോഷിക്കേണ്ടപ്പോൾ ആഘോഷിക്കുക. അതിന് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. കുറഞ്ഞ പൈസയാണെങ്കിൽ പോലും, കുറഞ്ഞ എമൗണ്ട് ആണെങ്കിൽ പോലും അതുമ്മ സന്തോഷം കണ്ടിട്ട് ആഘോഷിക്കുക. അതിലുണ്ടാവുന്ന ആ ഒരു പിന്നീട് നമ്മൾ ഓരോന്ന് ഓർമ്മകളിൽ പിന്നീട് ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഓർമ്മിക്കാനായിട്ടുള്ള പലതും ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് ഇതില്ലല്ലോ അതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയേ ചെയ്യരുത്. ഇന്നുള്ളത് എന്താണോ അത് വെച്ചിട്ട് ആഘോഷിക്കുക. ആഘോഷം എന്നല്ല, എന്തുതന്നെയായാലും അത് വെച്ചിട്ട് തൃപ്തിപ്പെടുക. നാളെ ഉണ്ടാവാണ്ടൊന്നും ഇരിക്കില്ലല്ലോ. അതേ കണക്ക് തന്നെ ഉള്ളവരാണെങ്കിൽ എനിക്ക് ഇത്രയും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. നാളെ ഉണ്ടാവൂലേ എന്നുള്ളത് ഈശ്വരൻ്റെ കയ്യിലാണ് കേട്ടോ. സാമ്പത്തികത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാമ്പത്തികം എന്നല്ല, നമ്മൾ തന്നെ ആയാലും അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇന്നത്തെ അങ്ങോട്ട് പോട്ടെ. നാളേക്ക് വെക്കരുതെന്നല്ല, നാളേക്ക് വെക്കണം. ഇന്ന് കഴിഞ്ഞ് നാളേക്ക് ഒരു ചെറിയൊരു പങ്ക് വെച്ചാൽ മതി. പക്ഷേ ഇന്നേക്കെന്ന് വെച്ചാൽ പിശുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളേമിൽ ഒപ്പിച്ച് ജീവിക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. അതിൽ സന്തോഷം കണ്ടെത്തുക, ചിരിക്കുക, ടെൻഷൻ വിടുക, ചിരിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ഇത്രേ പറയാനുള്ളൂ. ഇനി കുറേ ജോലികളുണ്ട്. വൈകുന്നേരം ഞാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ സ്വന്തക്കാരെ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നാളെ രാവിലെ കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് വന്നിട്ട് എൻ്റെ സ്വന്തക്കാരെ കാണിച്ചു തരാം കേട്ടോ. ആ സ്വന്തക്കാരെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും ഞാൻ കാണിച്ചു കൊടുക്കില്ല. കുറച്ച് ഡിമാൻഡുള്ള ആളാണ് ഞാൻ. പക്ഷേ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങളും എൻ്റെ സ്വന്തമല്ലേ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരും. ബൈ. കാണിച്ചു തരുന്നത് സീക്രട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ അത്രയും വിലപ്പെട്ട സ്വന്തക്കാരാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബൈ.